കൃത്യമായി അറിയുന്നവർ ഇരു കക്ഷികളിൽ ആരാണെന്ന് അറിയാൻ തക്കവണ്ണം അവർ നാം എഴുന്നേൽപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ബഅത്തിനെ കുറിച്ചാണ് പ്രധാനമായും നമ്മൾ സംസാരിച്ചത്. ബഅത്തുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഅത്തിന്റെ കാര്യം വിശ്വാസികളിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. കൂടാതെ ചില സംഭവങ്ങൾ മുമ്പ് നടന്ന ചരിത്രങ്ങൾ പറഞ്ഞു. അതിന് പ്രധാനമായും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥയും അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രവും നമ്മൾ പറഞ്ഞു. ഫലസ്തീനിലൂടെ കടന്നുപോയ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ നാട് മേൽക്കുരയോടെ തകർന്നു കിടക്കുകയായിരുന്നു. അരികിലൂടെ നടന്നുപോയ അദ്ദേഹം എങ്ങനെയാണ് ഇത് ഒക്കെ ഇനി രണ്ടാമത് ജീവിപ്പിക്കുക എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു അദ്ദേഹത്തെ 100 കൊല്ലം അദ്ദേഹത്തെ മരിപ്പിക്കുകയും പിന്നെ അദ്ദേഹത്തെ ജീവിപ്പിക്കുകയും ചെയ്തു എന്ന സംഭവം പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അങ്ങനെ അള്ളാഹു എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന സംശയം അള്ളാഹുവെ എനിക്കൊന്ന് നീ കാണിച്ചു കൊണ്ടാന്ന് പറഞ്ഞപ്പം അള്ളാഹു ചോദിച്ചു, എന്താ വിശ്വാസമില്ലേ എന്ന് ചോദിച്ചു. എന്നാൽ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടാനാണെന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാഹു തആല 4 പക്ഷികളെ പിടിക്കാൻ വേണ്ടി പറഞ്ഞു. അതിനെ കഷ്ണങ്ങളാക്കി വിവിധ മലയുടെ മുകളിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. എന്നിട്ട് വിളിക്കാൻ പറഞ്ഞു. വിളിച്ചപ്പം അത് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പറന്നു വന്നു. ആ സംഭവങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി ഈ അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ ഈ ജാഹിലിയ കാലത്ത് തന്നെ അവിടെ നാട്ടിൽ പ്രചാരത്തിലുള്ളതാണ്. പക്ഷെ പലരും പല രൂപത്തിലാണ് ആ ചരിത്രം പറഞ്ഞിരുന്നത്. പലരും പല വിധേനയാണ് അതിനെ കണ്ടിരുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രത്തെ ഒന്ന് സത്യമായിട്ട് അതിൻ്റെ യഥാർത്ഥമായ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരണം. അപ്പൊ എന്തിനാണ് അങ്ങനെ ആ കഥയുടെ യഥാർത്ഥ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്? എന്തിനു വേണ്ടിയാണ്? അത് ഉൾക്കൊള്ളുന്ന ഒരായത്താണ് ഇനി നമുക്ക് പഠിക്കാൻ. അപ്പോൾ ഞാൻ ആദ്യം ആയത്തിലെ വാക്കുകളൊന്ന് പറയാം. നഹ്നു നഹ്നു നഖുസ്സു നഹ്നു നഖുസ്സു ഖാഫാണ് സ്വാദാണ്. നഹ്നു നഖുസ്സു ഇങ്ങനെയാണ്. നഹ്നു നഖുസ്സു സ്വാദ്. നഹ്നു നഖുസ്സു അലൈക നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് നബഅഹും ബിൽ ഹഖ്. നബഅ അലിഫാണ്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനു. ഇന്നഹും സദ്ദുള്ള നൂനാണ്, ഉന്നത്ത് കൊടുക്കണം, മണിച്ചുകൊണ്ട് ഓതണം. ഇന്നഹും ഫിത്യത്തുൻ. ഫിത്യത്തുൻ അവിടെ തൻവീനാണ്. ആ തൻവീന് ശേഷം വന്ന അക്ഷര ഹംസ. അപ്പൊ ഇൽഹാറാണ്, വ്യക്തമാക്കണം. ഇന്നഹും ഫിത്യത്തുൻ ആമനു ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ശരി, അപ്പൊ നോക്കിക്കോളി. ആയത്ത് കാണാതെ പഠിക്കണം. ആയത്ത് ഖിറാഅത്ത് ശരിയാക്കും വേണം. ഒന്ന് ആവർത്തിച്ച് വന്നിട്ട് നഹ്നു നഖുസ്
إنهم فتية آمنوا بربهم وزدناهم هدى. بسم الله الرحمن نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى. نحن نقص عليك نبأهم بالحق إنهم فتية വ്യത്യസ്ത ഖിറാഅത്തുകൾ നമ്മൾ കേട്ടു. ഇനി നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. നഹ്നു എന്ന് പറഞ്ഞാൽ നാം. നഹ്നു എന്ന് പറഞ്ഞാൽ നാം. നഖുസ്സു ഖസ്സ കിസ്സ പറയാം, കഥ പറയാം. നഹ്നു എന്ന് പറഞ്ഞാൽ നാം. ഖസ്സ കിസ്സ പറയാം. ഖസ്സ യഖുസ്സു. ഖസ്സറ കിസ്സ പറഞ്ഞു. യഖുസ്സു കിസ്സ പറയുന്നു അല്ലെങ്കിൽ പറയും. അവിടെ ഈ യാക്ക് പകരം നാ ചേർക്കുമ്പോൾ നാം നഖുസ്സു. നഖുസ്സു നഖുസ്സു എന്ന് പറഞ്ഞാൽ നാം കഥ പറയാൻ, വിവരിക്കുക എന്നൊക്കെ അതിന് വാക്കിന് അർത്ഥമുണ്ട്. അപ്പം നഹ്നു നഖുസ്സു നാം
നാം കഥ പറഞ്ഞു തരാം. അതാണ് നഹ്നു നഖുസ്സു. നാം വിവരിക്കും, അല്ലെങ്കിൽ വിശദീകരിക്കും, അല്ലെങ്കിൽ കഥ പറയും. അലൈക നിന്റെ മേൽ, അലൈക നിന്റെ മേൽ. അപ്പൊ നഹ്നു നഖുസ്സു അലൈക, നിനക്ക് നാം വിവരിച്ചു തരാം, അല്ലെങ്കിൽ നിനക്ക് നാം വിശദീകരിച്ചു തരാം, നിനക്ക് നാം കഥ പറഞ്ഞു തരാം. എന്തൊക്കെ അർത്ഥം പറയാം. നഹ്നു നഖുസ്സു അലൈക, നിനക്ക് നാം കഥ വിവരിച്ചു തരാം, ചരിത്രം വിശദമാക്കി തരാം. അതാണ് നഹ്നു നഖുസ്സു അലൈക. നബഅഹും, നബ എന്ന് പറഞ്ഞാൽ വൃത്താന്തം, വാർത്ത. നബ നബ നഹ്നു നഖുസ്സു അലൈക നബഅഹും. ഹും എന്ന് പറഞ്ഞാൽ അവർ. അപ്പൊ നബഅഹും എന്ന് പറഞ്ഞാൽ അവരുടെ വർത്തമാനം. നബ എന്ന് പറഞ്ഞാൽ വർത്തമാനം. നബഅഹും അവരുടെ വർത്തമാനം. അപ്പൊ അങ്ങനെ അർത്ഥം പറയാൻ പറഞ്ഞോളി. നഹ്നു നഖുസ്സു അലൈക നബഅഹും, അവരുടെ വർത്തമാനം നാം നിനക്ക് വിവരിച്ചു തരാം. മനസ്സിലായില്ല? എന്താ നഹ്നു പറഞ്ഞാല്? നാം. നഖുസ്സു എന്ന് പറഞ്ഞാല് നാം വിവരിച്ചു തരാം. അലൈക നിന്റെ മേൽ. നബഅഹും അവരുടെ വാർത്ത, അവരുടെ വാർത്ത അല്ലെങ്കിൽ അവരുടെ വർത്തമാനം. ബിൽ ഹക്ക് യഥാർത്ഥ രൂപത്തിൽ. ഹക്ക് യഥാർത്ഥം. ബിൽ ഹക്ക് സത്യമായും കൊണ്ട് എന്നാണ് വാക്കിന്റെ ഭാഷാർത്ഥം. ബിൽ ഹക്ക് സത്യമായും കൊണ്ട്, സത്യമായും കൊണ്ട് അവരുടെ വർത്തമാനം നിനക്ക് നാം വിവരിച്ചു തരാം. ബിൽ ഹക്ക് എന്നാൽ യാഥാർത്ഥ്യവുമായിക്കൊണ്ട്, സത്യവുമായിക്കൊണ്ട്. അപ്പം സത്യമല്ലാത്ത കുറേ വർത്തമാനങ്ങൾ അവരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അവിടെ പറയുന്നുണ്ടെന്നർത്ഥം. അതാണ് നഹ്നു നാം, നഖുസ്സു നാം വിവരിച്ചു തരാം, അലൈക നിന്റെ മേൽ, നബഅഹും അവരുടെ വർത്തമാനം, ബിൽ ഹക്ക് യഥാർത്ഥമായ രൂപത്തിൽ. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹക്ക്. എന്താർത്ഥം? അവരുടെ വർത്തമാനം യഥാർത്ഥമായ രൂപത്തിൽ നിനക്ക് നാം വിവരിച്ചു തരാം. ആരുടെ വർത്തമാനം? ആരുടെ വർത്തമാനാണ്? അവരുടെ വർത്തമാനം എന്ന് പറഞ്ഞാൽ അസ്ഹാബുൽ കഹ്ഫിന്റെ വർത്തമാനം. ഇന്നഹും തീർച്ചയായും അവർ, ഇന്ന തീർച്ചയായും, ഇന്നഹും തീർച്ചയായും അവർ. അവർ എന്ന് പറഞ്ഞാരാണ്? അസ്ഹാബുൽ കഹ്ഫ്. അവരാരായിരുന്നു? ഫിത്തിയത്തുൻ, ഫതൻ, ഫതാ. ഇതിന്റെ ബഹുവചനമാണ് ഫിത്തിയത്ത്. ഫിത്തിയത്ത്, ഫിത്തിയാന് രണ്ട് ജമ്മുണ്ട്. ഫിത്തിയത്ത് എന്നും പറയും, ഫിത്തിയാന് എന്ന് പറയും. ഫത്തൻ, ഫത്ത എന്ന് പറഞ്ഞാല് യുവാവ്. ഫത്ത എന്ന് പറഞ്ഞാൽ യുവാവ്, ഷാപ്പ്. ഇബ്രാഹിം നബിനെ പറ്റി പറഞ്ഞില്ലേ, യുദുക്കറു, ഇങ്ങനെ ഒരു ഫത്തൻ യുദുക്കറു എന്ന് പറഞ്ഞില്ലേ, ഒരു ചെറുപ്പക്കാരനെ പറ്റി പറയുന്ന കറ ഫത്തൻ. ഫത്തൻ എന്ന് പറഞ്ഞാല് ചെറുപ്പക്കാരൻ, യുവാവ്, ഷാപ്പ്. ഫത്തൻ എന്നതിന് ബഹുവചനമാണ് ഫിത്തിയത്തുൻ, യുവാക്കൾ, യുവാക്കൾ. ഫിത്തിയത്ത് യുവാക്കൾ. ഫിത്തിയത്തി എന്നും പറയും, ഫിത്തിയാനി എന്നും പറയും.
അപ്പൊ ഇങ്ങനെ അർത്ഥം പറയാ, നഹ്നു നാം, നഖുസ്സു വിവരിച്ചു തരാം, അലൈക നിന്റെ മേൽ, നബഅഹും അവരുടെ വർത്തമാനം, ബിൽ ഹഖി യഥാർത്ഥ രൂപത്തിൽ, ഇന്നഹും തീർച്ചയായും അവർ, ഇന്നഹും തീർച്ചയായും അവർ, ഫിത്തിയത്തുൻ എന്താ ഫിത്തിയത്ത് പറഞ്ഞാല് യുവാക്കൾ, എന്താണ് ഫിത്തിയത്ത് പറഞ്ഞാല് യുവാക്കൾ, ഫത്തൻ എന്നതിന്റെ ബഹുവചനമാണ് ഫിത്തിയത്ത്. ഇന്നഹും ഫിത്തിയത്തുൻ തീർച്ചയായും അവര് ഒരു കൂട്ടം യുവാക്കളായിരുന്നു. ആമനു അവർ വിശ്വസിച്ചു, ആമന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു, ആമനു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചു, ബി റബ്ബിഹിം അവരുടെ രക്ഷിതാവിൽ. ഇന്നഹും ഫിത്തിയത്തുൻ ആമനു ബി റബ്ബിഹിം അവരുടെ രക്ഷിതാവിൽ, റബ്ബിൽ വിശ്വസിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു അവർ. ഇന്നഹും തീർച്ചയായും അവർ, ഫിത്തിയത്തുൻ ചെറുപ്പക്കാരായിരുന്നു, ആമനു അവർ വിശ്വസിച്ചിരുന്നു, ബി റബ്ബിഹിം അവരുടെ റബ്ബിൽ. അപ്പൊ തങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ച ഏതാനും യുവാക്കളായിരുന്നു അവർ. വസിദ്നാഹും ഹുദ വസിദ്ന അങ്ങനെ നാം വർദ്ധിപ്പിച്ചു, സാദ വർദ്ധിപ്പിക്കാൻ, സാദ യസീദ്, സാദ വർദ്ധിപ്പിച്ചു, യസീദ് വർദ്ധിപ്പിക്കുന്നു. സിദ്ന നാം വർദ്ധിപ്പിച്ചു, സിദ്ന സാദ സിദ്ന. വസിദ്നാഹും നാം വർദ്ധിപ്പിച്ചു, ഹും അവർക്ക്, വസിദ്നാഹും അവർക്ക് നാം വർദ്ധിപ്പിച്ചു, ഹുദ സന്മാർഗം. നാം അവർക്ക് സന്മാർഗം വർദ്ധിപ്പിക്കുകയും ചെയ്തു, നാം അവർക്ക് സന്മാർഗം വർദ്ധിപ്പിക്കുകയും ചെയ്തു. വസിദ്നാഹും നാം അവർക്ക് വർദ്ധിപ്പിച്ചു, ഹുദ സന്മാർഗം. അപ്പൊ ഒരുമിച്ച് അർത്ഥം ചെയ്തോളാം, ആയത്തിന്റെ അർത്ഥം ഒരുമിച്ച്. അവരുടെ വർത്തമാനം നാം നിനക്ക് യഥാർത്ഥ രൂപത്തിൽ വിവരിച്ചു തരാം. അവരുടെ രക്ഷിതാവിൽ വിശ്വസിച്ച ഏതാനും അവരുടെ രക്ഷിതാവിൽ വിശ്വസിച്ച ഏതാനും യുവാക്കളായിരുന്നു അവർ, ഏതാനും യുവാക്കളായിരുന്നു അവർ. അവർക്ക് നാം സന്മാർഗം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
അർത്ഥം മനസ്സിലായില്ലേ? ഞാൻ ഓതി വയ്ക്കുക ആയത്ത്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അതൊക്കെ നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അപ്പൊ ഇതില് ഈ ആയത്തിന്റെ വിശദീകരണം നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട. ഒന്നാമത്തെ കാര്യം, ഇതില് അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറയുന്നത് ഖുർആനിൽ അതിന്റെ യഥാർത്ഥ കഥ പറയും. അപ്പൊ യഥാർത്ഥ കഥയല്ലാത്ത പല കഥകളും അസ്ഹാബുൽ കഹ്ഫിന്റെ മേൽ പറഞ്ഞ് ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പലരും അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി പറഞ്ഞ കഥകളൊന്നും എന്തായിരുന്നില്ല, യഥാർത്ഥ കഥകൾ ആയിരുന്നില്ല. അപ്പൊ യഥാർത്ഥ ചരിത്രം എന്താണ് എന്ന് അള്ളാഹ് പറയുന്നു. രണ്ടാമത്തെ കാര്യം, ഇതൊരു കേവലം കുറച്ച് ചെറുപ്പക്കാര് ഉറങ്ങിക്കിടത്തി അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പോയ ഒരു അത്ഭുത കഥ എന്ന രൂപത്തിലല്ല. അല്ലെ, ഇതിന്റെ തുടക്കത്തിന് അങ്ങനെ പറഞ്ഞ ഓർമ്മയില്ലേ? എന്താണ് ഇതിന്റെ തുടക്കം? ഹസിബത്ത അന്ന അസ്ഹാബുൽ കഹ്ഫി റഖീമി കാനൂ മിൻ ആയാത്തിന. അപ്പൊ ഇതൊരു അങ്ങനെ കേവലം ഒരു അത്ഭുത കഥ പറയാനല്ല, മറിച്ച് ഒരു വലിയ സന്ദേശം അസ്ഹാബുൽ കഹ്ഫിന്റെ കഥയിലുണ്ട്. മനസ്സിലായി? രണ്ടാമത്തെ കാര്യം, ആ സന്ദേശമാണ് എന്റെ ബഅത്ത്. എന്താണ് ബഅത്ത്? അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിലെ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബഅത്ത് സത്യമാണ്, ബഅത്ത് സത്യമാണ്, രണ്ടാമതുമുള്ള ഒരു ജീവിതം ഉയർത്തെഴുന്നേൽപ്പിക്കൽ സത്യമാണ് എന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെടാൻ ഉള്ള സംഭവമാണ് എന്ത്? അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ. അത് എല്ലാ വെള്ളിയാഴ്ചയും ആ കഥ അങ്ങനെ ആവർത്തിച്ച് ഓതും. മൂന്നാമത്തത് ഇതിൽ അവസാനത്തെ വാക്കാണ്. എന്താണ്? ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഒന്ന് ഫിത്യത്ത്, യുവാക്കൾ. അപ്പൊ യുവാക്കളുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതകാലമാണ് യുവത്വം എന്ന് പറയുന്നത്. ആ യുവത്വം ശരിയായ ഈമാനിൽ അധിഷ്ഠിതമായ യുവത്വമാകണം. യുവത്വം അടിച്ചു പൊളിച്ച് നടന്നിട്ട് പിന്നെ കുറേ വയസ്സായി ഒന്നിനും പറ്റാതാവുമ്പോൾ മാത്രം ഒതുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ആ ഒതുങ്ങലൊക്കെ സ്വീകരിക്കില്ല. മനസ്സിലായി? അപ്പൊ യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് ബഅത്ത് എന്നുള്ളത്. കാരണം യുവത്വ കാലത്താണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്യുക. അപ്പൊ ആ തെറ്റുകളിൽ നിന്ന് മനുഷ്യൻ അകന്നു നിൽക്കണമെങ്കിൽ ആ യുവത്വത്തിൽ തന്നെ അവന്റെ മനസ്സിൽ എന്ത് വിശ്വാസം രൂഢമൂലമാകണം? ബഅത്തി എന്നൊരു വിശ്വാസം അവന്റെ ഉള്ളിൽ ഉണ്ടാവണം. ഇതാണ് അതിന്റെ മറ്റൊരു മെസ്സേജ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ, ശ്രദ്ധിക്കണേ, യുവാക്കളായിരിക്കെ തന്നെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, ബഅത്തിലും ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ അന്ന് എന്താ ചെയ്യാറില്ല? സിദ്നാഹും ഹുദാ. എന്ത് ചെയ്യും? ഹുദ അങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കും. യുവാവായിരിക്കെ തന്നെ നല്ല ഈമാനും തഖ്വയും നല്ല സൂക്ഷ്മതയും ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് പ്രായമാകുന്ന അനുസരിച്ച് അത് എന്ത് ചെയ്യും? ഓരോ കാര്യത്തിലുള്ള ഹുദകൾ അങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കും. സന്മാർഗം എന്നോട് വർദ്ധിപ്പിച്ചു കൊടുക്കുക ചെയ്യും. പറഞ്ഞ മനസ്സിലാവുന്ന? അപ്പൊ അതൊരു വലിയ കാര്യമാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത് ആരുടെ കാര്യത്തിലാണ്? നാട്ടിലെ വയസ്സന്മാരുടെ കാര്യത്തിലാണോ ചെറുപ്പക്കാരുടെ കാര്യത്തിലാണോ? ചെറുപ്പക്കാരുടെ കാര്യത്തിലാണ് അല്ലെ? തിന്മകളേറെയും എവിടെ കാണുന്നത്? യുവാക്കളിലാണ് തിന്മകളേറെയും കാണുന്നത്. അപ്പൊ യുവാവായിരിക്കെ തന്നെ, യുവാക്കളായിരിക്കെ തന്നെ അസ്ഹാബുൽ കഹ്ഫ് ആ നാട്ടിൽ നിന്ന് നാട് വിട്ട് പോരേ ചെയ്തു. എങ്ങനെ? ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി നാട് വിട്ട് പോരേ ചെയ്തു. അപ്പൊ അല്ലാഹു അവർക്ക് എന്താക്കി? അവിടെ ഈമാനിൽ അല്ലാഹു വർദ്ധനവ് കൊടുത്തു. അവരെ ഹുദയിൽ അല്ലാഹു വർദ്ധനവ്. ഇനി ഏറ്റവും പ്രധാന
പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്താണെന്നറിയോ? ഇതിന് ലാസ്റ്റ് മെസ്സേജ്, നമുക്ക് ചില കാര്യങ്ങൾ വർദ്ധിക്കാനുണ്ട്, ചില കാര്യങ്ങൾ വർദ്ധിക്കാൻ പാടില്ലാത്തതുണ്ട്. എങ്ങനെ? ചില കാര്യങ്ങൾ വർദ്ധിക്കാനുണ്ട്, ചില കാര്യങ്ങൾ വർദ്ധിക്കാൻ പാടില്ലാത്തതുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. വർദ്ധിക്കേണ്ട കാര്യമാണ് ഒന്ന് ഈമാൻ. അയ്യുബും സാദത്തുഹു ആദിഹി ഈമാന വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹു ഈമാന. എന്താ വർദ്ധിക്കേണ്ട സാധനം ഇവിടെ? ഈമാൻ. فأما الذين آمنوا فزادتهم إيمانا وهم يستبشرون. എന്താ വർദ്ധിച്ചത്? ഈമാൻ. നോക്കിക്കോളി, വർദ്ധിക്കാൻ പാടില്ലാത്തൊരു കാര്യം കേട്ടോളി. فأما الذين في قلوبهم مرض فزادتهم رجزا إلى رجزهم. റിജിസിന്റെ മേലെ റിജിസ് വർദ്ധിപ്പിച്ചു. റിജിസ് പറഞ്ഞാൽ എന്താണ്? ചെയ്യാൻ പാടില്ലാത്ത ദുഷ്ടതകള്, തിന്മകള്, മേച്ഛമായ കാര്യങ്ങള്, ചീത്ത കാര്യങ്ങള്. ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്ക് അത് വർദ്ധിപ്പിച്ചു കൊടുത്തു. ഹൃദയത്തിൽ ഈമാനുള്ളവർക്ക് അല്ലാഹു ഹുദ വർദ്ധിപ്പിച്ചു കൊടുക്കും, ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കും. ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്ക് അല്ലാഹു എന്ത് ചെയ്യും? റിജിസ് വർദ്ധിപ്പിച്ചു കൊടുക്കും. അത് വർദ്ധിക്കാൻ പാടില്ലാത്ത സംഗതിയാണ്. ഇനി അത് മാത്രല്ല, ഇന്നന്നാസഖദ് ജമഊ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന. വേറൊരായത്തിലല്ല പറഞ്ഞത് ഈമാനും തസ്ലീമും വർദ്ധിച്ചു എന്നാണ്. സദഖല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമ. ശ്രദ്ധിക്കണേ, ഈമാന്, ഹുദ, അതുപോലെ തന്നെ തസ്ലീം, ഇതൊക്കെ വർദ്ധിക്കേണ്ട കാര്യം. വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദ. അല്ല, ഹുദ വർദ്ധിക്കണം, തഖ്വ വർദ്ധിക്കണം. എന്നാൽ ചില ആൾക്കാർക്ക് അവർക്ക് വർദ്ധിച്ചത് എന്താണ്? വർദ്ധിച്ചത് ഒന്ന് നുഫൂർ, പിന്നെ വർദ്ധിച്ചത് കുറെ തിന്മകൾ മാത്രം. റിജിസിന്റെ മേലെ റിജിസ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് കുറച്ച് വിശദമായിട്ട് പറയാനുണ്ട്. വർദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, വർദ്ധിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് അല്ലാഹു തആല ഹുദ വർദ്ധിപ്പിച്ചു കൊടുക്കുക, ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുക, ഖുശൂഅ് വർദ്ധിപ്പിച്ചു കൊടുക്കുക, തഖ്വ വർദ്ധിപ്പിച്ചു കൊടുക്കുക, തസ്ലീം വർദ്ധിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെ വർദ്ധിക്കേണ്ട. ഖുശൂഅ്, തഖ്വ, ഈമാന്, തസ്ലീം, ഇതൊക്കെ എന്ത് ചെയ്യേണ്ടതാണ്? വർദ്ധിക്കേണ്ട സംഗതിയാണ്. വർദ്ധിക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ദലാല്, വലാ തസിദിൽ ളാലിമീന ഇല്ലാ ദലാല, വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറ. ദലാല്, തബാറ്, നുഫൂർ, ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? വർദ്ധിക്കാൻ പാടില്ല. അപ്പൊ വർദ്ധിക്കേണ്ടത് എന്താണ്, വർദ്ധിക്കാൻ പാടില്ലാത്തത് എന്താണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് എന്താ? ആഗ്രഹിക്കുന്നത് എന്താണ്? ഇന്നത്തേക്കാൾ നാളെ ഈമാൻ കൂടണം, അല്ലെ? ഇന്നത്തേക്കാൾ നാളെ തഖ്വ കൂടണം, ഇന്നത്തേക്കാൾ നാളെ ഖുശൂഅ് കൂടണം, അല്ലെ? എന്നാൽ അതിൽ നിന്ന് പിറകോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതിൽ നിന്ന് മുകളിലേക്ക് പോകാൻ പാടുള്ളൂ. ഹുദയും ഖുശൂഉം തഖ്വയും തസ്ലീമും ഈമാനും ഒക്കെ വർദ്ധിച്ച് പോകണം. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കഥയാണ് അല്ലാഹു തആല അതിന്റെ യഥാർത്ഥ രൂപത്തിൽ വിശദീകരിക്കുന്ന അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം എന്നതാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള മെസ്സേജ്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. പഠിച്ച കാര്യങ്ങൾ മറക്കാതെ നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹു തആല ഈമാനും തഖ്വയും ഖുശൂഉം വർദ്ധിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹി വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക